ഒന്ന് ആലോചിച്ച് നോക്കി. മന്ത്രിസഭായോഗം കൂടുന്നു, 35% വീതം അവരുടെ ശമ്പളവും അലവൻസുകളും വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഇന്നോവ കാറെ കയറി പുറത്തോട്ട് ഇറക്കുമ്പോൾ നമ്മൾ എന്തുവാ കാണുന്നത്? പാവപ്പെട്ട ആശാ വർക്കർമാര് അവർ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലേ 3000 രൂപയുടെ ശമ്പള വർധനവിന് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുക. 200 ദിവസമായി. മഴയെന്നോ വെയിലെന്നോ ഓണമെന്നോ സംക്രാന്തിയെന്നോ ക്രിസ്മസ് എന്നോ പെരുന്നാളെന്നോ ഒരു വ്യത്യാസവും കൂടാതെ ഈ പാവത്തങ്ങൾ അവിടെ കിടക്കുക ഷെഡും കെട്ടി. എത്ര കാലമായി? 7000 രൂപ ഓണറോറിയം, അതൊന്ന് 10,000 ആക്കി തരണം. അതാണ് അവരുടെ ഡിമാൻഡ്. അവരുടെ മുമ്പിലോട്ടെങ്ങാനും ഈ തീരുമാനം എടുത്തിട്ട് ഈ മന്ത്രിമാർ ചെന്ന് ഇറങ്ങുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരുണ്ടല്ലോ, അതിന്റെ ചൂടിൽ ഇവരൊക്കെ വെന്തുപോകും. ഇവിടേക്ക് ഇന്നോവക്കാരൊക്കെ ഉണ്ടല്ലോ പറന്നു പോവും. അത് ഇവർക്ക് നല്ലപോലെ അറിയാം. ആ പാവത്തങ്ങളെ മറന്നിട്ട് അവര് ഇത്തവണ എവിടെ ഓണസദ്യ ഉണ്ടത്? ഈ സെക്രട്ടേറിയറ്റ് മുമ്പിലെ റോഡ് സൈഡില് ഉമ്മൻചാണ്ടിയുടെ സ്മാരകമായിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അവർക്ക് ഓണക്കോടിയും ഓണസദ്യയും ഒക്കെ കൊടുത്തത്. ഇതെപ്പോഴായിരുന്നു? നിയമസഭയിലെ മെമ്പേഴ്സ് ലോഞ്ചില്, ശങ്കരനാരായണൻ തമ്പി സ്മാരക മെമ്പേഴ്സ് ലോഞ്ചില് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് നടത്തിയ ഓണസദ്യ നടക്കുമ്പോ അവർക്ക് സദ്യ വിളമ്പുമ്പോ ഈ പാവപ്പെട്ട സ്ത്രീകള്, ആശാ വർക്കർമാര്, അവര് സെക്രട്ടേറിയറ്റ് പഠിക്കല് ആ വെയിലത്ത് പൊടിയും മണ്ണുമൊക്കെ ഏറ്റ് ഒരു സ്വകാര്യ സംഘടന വിളമ്പിയ ഓണസദ്യ ഉണ്ണുകയായിരുന്നു.